ഹായ് മക്കളെ, ഇന്നലെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കാം. സാർ, ഈ മെഡിക്കലും എഞ്ചിനീയറിംഗ് അല്ല, അതായത് നീറ്റും ചെയ്യല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കരിയർ ഓപ്ഷൻസ് പറഞ്ഞു തരുമോ? അപ്പം ഞാൻ ചോദിച്ചു, അല്ല നിനക്ക് എത്ര മാർക്കുണ്ട്? അപ്പോൾ എനിക്ക് തോന്നുന്നത് 2 മാർക്ക് എങ്ങനെ 1200 പോയിട്ടുള്ളൂ. PCBയിലൊക്കെ ഫുൾ മാർക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, നീ എന്താ നീറ്റ് ജയിക്കൊന്ന് പോകാം? അപ്പോൾ പറഞ്ഞു, സാർ എനിക്ക് നീറ്റിന് പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്താണ് എല്ലാ കുട്ടികളും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിലൊരു ത്രില്ലില്ല, ഒരു വെറൈറ്റി പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറോട് ചോദിച്ചെന്നുള്ളത്. എടാ, അതായത് ഇങ്ങനെ പല പല കാരണങ്ങളാൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പല കരിയറുകളും ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും പോകുന്നൊരു സ്ഥലത്തേക്ക് പോവാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്താണ്, അത് ശരിയാണ്, അവിടെ ജോലി സാധ്യത കുറയുന്നൊക്കെ കരുതെങ്കിലും നീറ്റും ജെയുടെയും കേസിൽ ശരിക്കും അങ്ങനെയല്ല. അപ്പം ഇതുപോലുള്ള ഇമോഷണൽ ഡിസിഷൻസ് എന്ത് ചെയ്യരുത്, നിങ്ങൾ എടുക്കരുത്. കാരണം നിങ്ങൾ ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്ത് ജോലി ചെയ്യണം, നിങ്ങൾക്ക് എത്ര പൈസ സമ്പാദിക്കാൻ പറ്റും, നിങ്ങളുടെ ജീവിതം എങ്ങനെയാവും എന്നൊക്കെ തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഒരു ഡിസിഷനാണ്. അവിടെ എന്ത് ചെയ്യരുത്, ഈ ചുമ്മാ ഇമോഷണൽ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കരുത്. പിന്നെ അതേപോലെ തന്നെ നല്ല മാർക്കുള്ള, അത്യാവശ്യം എന്താണ് റിപ്പീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻട്രൻസ് കിട്ടുന്ന അവർക്ക് തന്നെ ബോധ്യമുള്ള കുറേ കുട്ടികൾ എന്താണ്, അഥവാ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി നേഴ്സിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴും നീറ്റ് ജെയ് എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാത്ത കുറേ കുട്ടികളുണ്ട്. എടുത്താൽ മോശമായി പോകും, എൻ്റെ ഒരു വർഷം, എൻ്റെ കുറേ പൈസ എന്നുള്ള ചിന്തയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. അതായത് 2 കണ്ടീഷനുള്ള ഒരു കരിയർ നിങ്ങൾ പറഞ്ഞാൽ, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കരിയർ എന്തായിരിക്കണം, ഇന്ത്യയിൽ കിട്ടുന്ന ജോലിയാണ്. നമ്മൾ ഗൾഫിലോ അല്ലെങ്കിൽ UK ലോ US ലോ കിട്ടുന്ന ജോലിയെക്കുറിച്ചല്ല പറയുന്നത്. ഈ ജോലി കിട്ടാൻ എന്താണ്, ഫർദർ മറ്റൊരു എക്സാമിൽ, ഇപ്പോൾ ഒരു PSC എക്സാം അല്ലെ UPSC എക്സാം എന്നാൽ നിങ്ങൾ നീറ്റും ചെയ്യുന്നേക്കാളും ടഫും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനം, അങ്ങനെ ഒരു എക്സാമും ഇല്ലാതെ ഇന്ത്യയിൽ ഏത് കരിയറിനാണ് ഒരു 75K പ്ലസ് മന്ത്, ഒരു 75,000 രൂപ മാസം കിട്ടുന്ന എത്ര ജോലികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും? നിങ്ങൾ എന്ത് ചെയ്തോ, ഇവിടെ കമൻറ്റ് ചെയ്തോ. കണ്ടീഷൻസ് മനസ്സിലല്ലോ. ഒന്ന്, അത് ഇന്ത്യയിലെ സാലറി ആയിരിക്കണം. 2, എന്താണ്, ഒരു ഫർദർ എക്സാം ഇല്ലാത്ത സാധനമായിരിക്കണം. ആൻഡ് പഠിച്ചിറങ്ങിയ ഉടനെ ആണ് കേട്ടോ, പഠിച്ചിറങ്ങിയ ഉടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു 75,000 രൂപ സാലറി കിട്ടുന്ന എത്ര ജോലി നിങ്ങൾക്കറിയാം? അത് 75,000 രൂപ സാലറി കിട്ടുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. പക്ഷെ അവരെന്താണ് 10, 20, 30 വർഷം വർക്ക് ചെയ്യുമ്പോഴാണ് 75,000, 1 ലക്ഷമൊക്കെ സാലറിയിലൊക്കെ എത്തുക. പക്ഷെ പഠിച്ചിറങ്ങിയ ഉടനെ ഈ ഒരു സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന എത്ര ജോലികളുണ്ട്? നിങ്ങൾ നോക്കിയാൽ വളരെ വളരെ അപൂർവമായിരിക്കും. മാക്സിമം 100% സേഫായിട്ട് പറയാൻ പറ്റുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ MBBS ഡോക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയർ ആണെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല. ടോപ്പ് കോളേജിൽ നിന്ന് IIT, NIT, പിന്നെ കേരളത്തിലെ ചില ടോപ്പ് കോളേജും കൂടെ എടുക്കുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾ എന്താണ് എഞ്ചിനീയറിങ് കഴിയുകയാണെങ്കിലും ഈ സാലറി കിട്ടും. ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ ഇപ്പോഴും നീറ്റും ചെയ്യുന്നു പറഞ്ഞ് പിന്നാലെ പോകുന്നത്. ദാറ്റ് ഈസ് വർത്ത് ഇറ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. അതായത് ഒരു വർഷം റിസ്ക് എടുക്കാൻ മാത്രമുള്ള സാധനം അവിടെ ഉണ്ട് ശരിക്ക്. ഞാൻ മറ്റൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതായത് നിങ്ങളിപ്പോൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്തു, നീറ്റ് എഴുതിയപ്പോൾ എന്താണ്, നിങ്ങളുടെ സ്കോർ വന്നു, നമ്മളെ റിസൾട്ട് വന്നപ്പോൾ എന്താ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് MBBS സീറ്റ് കിട്ടൂല. പക്ഷേ എന്താണ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, നമ്മളെ MESഉം KMCT ഒക്കെ പോലത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് മെറിറ്റിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഓക്കെ, അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൊട്ട് താഴെ, അതായത് 550 കട്ട് ഓഫ് എങ്കിൽ 549 നിങ്ങൾ എന്ന് എഴുതിക്കോ. എല്ലാ വർഷവും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെൻറ് മെറിറ്റിലെ സീറ്റിൽ, അതായത് ഞാൻ മാനേജ്മെൻറ്റ് സീറ്റോ NRI ഒന്നല്ല കേട്ടോ പറയുന്നത്, സീറ്റിലെ ഫീ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു വർഷത്തേക്ക് 8 ലക്ഷം രൂപയാണ്. ഒരു വർഷത്തേക്ക് 8 ലക്ഷം രൂപയാണ്. അപ്പം 5 വർഷത്തേക്ക് എത്ര ഫീസ് വരുന്നത്? 40 ലക്ഷം രൂപയാണ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ നീറ്റ് എഴുതിയിട്ട് നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ പാരൻസിന് സേവ് ചെയ്ത് കൊടുക്കുന്നത് ഈ 40 ലക്ഷം രൂപയാണ്. അത്രേ വേർത്തായിട്ടുള്ള മുതലാണ് എന്ത് നിങ്ങൾ നേടുന്നത്. അപ്പോൾ വെറുതെ ഒരു സാധനത്തിന് വില കൂടൂലല്ലോ അല്ലേ? ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, നിങ്ങളോട് ഒരാൾ പറയാം, നീ ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ചാൽ നിനക്കെന്താണ്, ഞാൻ അവസാനം ഒരു പരീക്ഷ എടുത്ത് കഴിഞ്ഞാൽ കിട്ടാണ് നിനക്ക് 40 ലക്ഷം രൂപ തരിക എന്ന് പറഞ്ഞാൽ രാവും പകലും നിങ്ങൾ ഇരുന്ന് പഠിക്കൂലേ? എന്ത് റിസ്ക് നിങ്ങൾ എടുക്കൂലേ? ആ റിസ്ക് ആണ് എന്ത്, നീറ്റ് ആൻഡ് ജെയ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സാർ ഇത് നീറ്റിനെ കുറിച്ചല്ല, ജെയുടെ കുറിച്ചാണെങ്കിൽ വളരെ സിമ്പിളാണ്. എന്ത്, നിങ്ങൾക്ക് നാട്ടിൽ ഞാൻ പറഞ്ഞ ഒരു ടോപ്പ് കേരള കോളേജിലാണെങ്കിൽ ആവറേജ് നിങ്ങളുടെ സാലറി ഉണ്ടാവുക ഒരു 5 lakh പെർ മന്ത് ആയിരിക്കും. കുറച്ചും കൂടെ മേലോട്ട്, ഇത് ആവറേജ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ NIT ആണെങ്കിൽ അത് 10 ലക്ഷം ആയിരിക്കും. ആൻഡ് IIT ആണെങ്കിലോ അതൊരു 20 ലക്ഷം ആയിരിക്കും എന്തുണ്ടാവുക ആവറേജ് സാലറി വരാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ഏകദേശ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാൽ നിങ്ങളുടെ സാലറി എന്തായിരിക്കും? ഒരു 2 ലക്ഷം പെർ ഇയർ ആയിരിക്കും. ഒരു 15,000 18,000 രൂപയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അവിടുന്ന് ഒരു വർഷം വേസ്റ്റ് ചെയ്തിട്ട് 10 ലക്ഷത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ, ഒരു വർഷം വേസ്റ്റ് ചെയ്ത് 10 ലക്ഷത്തിലേക്ക് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യത്തെ വർഷം ഇവിടെ 2 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇവിടെ 0 ആയിരിക്കും, കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ വർഷം ഇവിടെ 4 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇവിടെ 10 ലക്ഷം. മൂന്നാമത്തെ വർഷം ഇവിടെ 6 ലക്ഷം, ഇവിടെ 20 ആണ്. ഇവിടെയൊക്കെ ഇൻക്രിമെൻ്റ് ഒന്നും ഞാൻ ഒഴിവാക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ്. NIT നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഞാൻ പഠിച്ച കമ്പനിയിൽ എൻ്റെ അതേ റോളിൽ വേറെ ചില കോളേജിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവരെക്കാൾ നേരെ ഡബിളിൻ്റെ മുകളിലായിരുന്നു എൻ്റെ സാലറി വന്നത്. ഒറ്റ റീസൺ, NIT എന്നുള്ള ടാഗ്. സോ ആ ഒരു സാധനമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിക്ക്, മാസം 1 ലക്ഷം രൂപ സാലറി കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പിന്നെ എന്തില്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ മോഡൽ റെസ്പെക്റ്റിനെ കുറിച്ചോ അല്ലെ സൊസൈറ്റിയിലെ സ്ഥാനത്തെക്കുറിച്ചോ ഒന്നല്ല നമ്മൾ പറയുന്നത്. ഈ സാധനമാണ് നിങ്ങളെ മുന്നിലുള്ള. അതിന് ആകെ എടുക്കേണ്ടത് ഒരൊറ്റ വർഷത്തെ റിസ്ക്കാണ്. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്താലേ നീറ്റ് എനിക്ക് കിട്ടൂല, JEE കിട്ടൂല എന്നുള്ള ആൾക്കാർ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ കിട്ടും. പക്ഷെ എന്നാലും അഥവാ കിട്ടിയില്ലെങ്കിലോ റിസ്ക്. എടാ, ഇങ്ങനത്തെ കുഞ്ഞു റിസ്ക്കുകളാണ് എന്ത് ചെയ്യുന്നത് ജീവിതത്തിൽ നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാനിപ്പം ഒരിക്കൽ കൂടെ പറയണം. എൻ്റെ ലൈഫിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് എടുക്കുക എന്നുള്ളത് ഞാൻ എടുത്ത വലിയ റിസ്ക് ആയിരുന്നു. കാരണം എനിക്ക് ഒരു A+ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്താണ്, ബാംഗ്ലൂർ നല്ല ജോലിയുള്ളപ്പോൾ അത് മാറി ദുബായിലേക്ക് പോകുന്ന റിസ്ക് ആയിരുന്നു. ദുബായിലെ ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്ന റിസ്ക് ആയിരുന്നു. പക്ഷേ ഈ റിസ്ക്കുകളൊക്കെയാണ് എന്ത് ചെയ്തത് എന്നെ ഇവിടെ എത്തിച്ചത്. ആൻഡ് ആ റിസ്ക് എടുക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ആ +1 +2 JEEക്ക് വേണ്ടി പഠിക്കാമെന്ന് എടുത്ത തീരുമാനം ഏറ്റവും വലിയ റിസ്ക്. അല്ലെങ്കിൽ ബാക്കി എല്ലാ റിസ്ക്കുകളും എടുക്കാനും എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരൊറ്റ കാര്യമാണ്. സോ ഒന്നും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമല്ലോ. പറ്റുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, 1 വർഷം ഈസ് വർത്ത് ദ റിസ്ക് ടേക്കിംഗ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചില കുട്ടികൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, വിച്ച് ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ കേസിൽ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ കഥകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. +1 ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അടക്കാൻ വീട്ടുകാരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞത് അവിടെ ക്ലാസ് ഒന്നും പോരാൻ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തതാണ്, ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ +2 എത്തിയപ്പോൾ വീണ്ടും ബോധം, ക്ലാസ് ഇല്ലാണ്ട് ഇത് നടക്കില്ല എന്നുള്ളത് വീണ്ടും അവരോട് ഞാൻ എന്തായാലും നല്ല കോളേജ് കയറുന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് +2 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് +2ൻ്റെ കൂടെ തന്നെ എഴുതിയിട്ട് എനിക്ക് NITയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ എന്തായിരിക്കും, ആ +1 കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ IITയിൽ എത്തിയേനെ. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, അന്ന് +1 എൻ്റെ മെൻറ്റാലിറ്റിക്ക് പറയുന്ന പേരാണ് മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി എന്നുള്ളത്. അതായത് നമ്മളിപ്പം ശരിക്കും പറയാം, നിങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഫോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ EMI എടുക്കും. കുറച്ചും കൂടെ അങ്ങോട്ട് ഒരു ബൈക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവും, നിങ്ങൾ EMI എടുക്കും. കാരണം നിങ്ങൾക്ക് ആ സാധനം കിട്ടുകയാണ്, അതൊരു ലയബിലിറ്റി ആണെങ്കിൽ കൂടി. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ ബാക്കി എന്ത് സാധനത്തിനാണെങ്കിലും പ്രത്യേകിച്ച് ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അത്രയും ഫീസ് കൊടുക്കാനാവോ? ഇല്ല. സ്റ്റോപ്പ് ചെയ്യുക. പാരൻസിന് അത് പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക, വെറുതെ പറയണ്ട. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ROI കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം മക്കളെ. അതായത് നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 lakh rupees എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഓൺലൈൻ ആണെങ്കിലോ അതൊരു 27K ഒക്കെ എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് സ്പെൻഡ് ആവുള്ളൂ. പക്ഷേ ഇത് വെച്ചുള്ള റിട്ടേൺ എത്രയാണെന്നും കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരൊറ്റ, അതായത് NITയിൽ കാലെടുത്ത് വെച്ച മുതൽ എനിക്കും എൻ്റെ ഫാമിലിക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അത്രയും നല്ല സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം NITയിലെ ടീച്ചർ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ നല്ല ഇതായിരിക്കും എന്നുള്ളത്. അപ്പം ആ മോഡൽ നിങ്ങൾക്ക് എങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പെൻഡ് ചെയ്ത പൈസ തിരിച്ചു പിടിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 40 ലക്ഷം വെത്തും മന്ത്ലി 1 ലക്ഷം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തണം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരാണ് റിച്ചായി പോകുന്നത്. ഇപ്പോൾ ഇത്ര പൈസ ഇപ്പോൾ ഒരു 50 ലക്ഷം ഇടുന്നു, 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് 75 ലക്ഷം 1 കോടി ആവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് റിച്ച് ആൾക്കാരുടെ കണക്ക്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, ചില കേസസിൽ അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കേസെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലും കൂടെ കണക്കാക്കണം എന്ന് പറയുന്നു. സോ അവസാനിപ്പിക്കാൻ പോവാണ്. നീറ്റ് JEE അത്രയ്ക്കും മോശം ഓപ്ഷൻ അല്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, കിട്ടുമെന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് തന്നെയാണെന്ത്
കരിയർ വൈസ് നീറ്റ് ആൻഡ് ജെയ്ക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ നീറ്റിൻ്റെ പോസിബിലിറ്റി, ജെയുടെ പോസിബിലിറ്റി ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും അവസാനം ഫിനാൻഷ്യലി ഇതെന്തല്ല അത്ര റോങ് ഡിസിഷൻ അല്ല. ഒരൊറ്റ കാര്യം നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം. അച്ഛനും അമ്മയും എന്താണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്തൊരു വർഷം നിങ്ങൾ എവിടെ ചേർന്നാലും എനിക്ക് കുഴപ്പമില്ല, അടുത്തൊരു വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി പഠിക്കുമെന്ന് തീരുമാനിക്കുക. അച്ഛൻ ഈ പൈസ 10 മടങ്ങായി തിരിച്ചു കൊടുക്കുന്നു തീരുമാനിക്കുക. ആൻഡ് എഡ്യൂപോർട്ടിൻ്റെ നീറ്റ് ആൻഡ് ജെഇ ബാച്ചിൻ്റെ നെക്സ്റ്റ് ബാച്ച് ജൂൺ 8-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ബാച്ചിലേക്കിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് കമൻറ്റിൽ പിൻ ചെയ്ത ഫോം നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഡിസിഷൻ എടുക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ. ബൈ.